ഹലോ കൂട്ടുകാരെ, ഏതസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്നൊരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പൊടിയല്ല ചമ്മന്തിപ്പൊടി. ഞാൻ കൊഞ്ചൊന്നും ഇടുന്നില്ല, നമ്മുടെ സാധാ ചമ്മന്തിപ്പൊടി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ സ്റ്റൗ കത്തിച്ച് ഉരുളി വെച്ചിട്ടുണ്ട്. ഞാൻ തേങ്ങ ഇടുവാണ്. ഇത് 4 തേങ്ങ ഉണ്ട് കേട്ടോ. എനിക്ക് ചമ്മന്തിപ്പൊടിക്ക് ഓർഡറുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ്. ഇത് കറിവേപ്പിലയുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഞാൻ 100 ഗ്രാം ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 25 ഗ്രാം ഇഞ്ചിയേ ഉള്ളൂ. പിന്നെ ഒരു 5-6 ഇതുള്ള വെളുത്തുള്ളി, പിന്നെ കുരുമുളക് ഇടുവാണ്. പിന്നെ നമ്മുടെ ഉഴുന്നുണ്ടല്ലോ, ഉഴുന്ന് നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ. പിന്നെ വറ്റൽമുളക് പൊടി, ഞാൻ വറ്റൽമുളക് കുറച്ച് ഇടുന്നുള്ളൂ. മുളക് പൊടി ഇടുന്നുണ്ട്, ശകലം മാത്രമേ ഇടുന്നുള്ളൂ. നമുക്ക് ഇത് വറുത്തെടുക്കാം. ഉപ്പിടുവാണ്. മൂക്കുന്നവരെ നമുക്ക് ഇളക്കിക്കോ. ഇതാണ് നമ്മുടെ ചമ്മന്തിപ്പൊടിയുടെ എല്ലാം മൂത്തെന്ന് തോന്നുന്നു. നമ്മളിങ്ങനെ ഞാൻ നോക്കുമ്പോഴേ നമ്മുടെ മൂത്ത് കിട്ടുന്ന പോലെ ഉപ്പേരി പോലെ. അപ്പം അങ്ങനെ മൂത്ത് കിട്ടുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും. അല്ലാതെ ചിലത് ചുമക്കുന്നുണ്ട്. ഇത് ഉണക്കത്തേങ്ങയാണ്. ഇപ്പം ഞാൻ മുളക് പൊടി ഇടുവാണേ. പിന്നെ പിഴുപുളി ഇതിൻ്റെ കൂടെ ഇട്ടങ്ങ് വറക്കുവാണെങ്കിൽ നല്ലതായിട്ട് കിട്ടും. പിന്നെ ഞങ്ങളിവിടെ കായപ്പൊടി ഇടും കേട്ടോ. ചമ്മന്തിപ്പൊടിക്ക് കായപ്പൊടി ഇടും. ഇടാത്തവർ കാണും. അത് ടേസ്റ്റ് കുറവൊന്നുമില്ല, നല്ല ടേസ്റ്റാണ് അതിന്. നമുക്ക് ഇനി ഒന്നുകൂടി ഇത് ഇളക്കി വിടാം. ഞാൻ മുളക് പൊടിയൊക്കെ ഒന്ന് മൂത്ത് കിട്ടണമല്ലോ. നമ്മുടെ ചമ്മന്തിപ്പൊടിയുടെ എല്ലാം മൂത്ത് വരുന്നുണ്ട്. ഇത് ഭയങ്കര കഷ്ടപ്പെടും. നമ്മൾ ഇളക്കി നമ്മുടെ കൈ പോവും. ഞാൻ ഒത്തിരി ഇത് എടുത്ത് കൊടുത്തിട്ടുണ്ട്. കടകളിൽ കൊടുക്കുമായിരുന്നേ. 150 തേങ്ങയുടെയൊക്കെ ചമ്മന്തിപ്പൊടി എടുക്കുമായിരുന്നു. ഇവിടെ ആളിനെ വെച്ച് വറുത്തെടുക്കുമായിരുന്നു. പക്ഷെ നമ്മൾ കൊടുക്കുന്നതിനെക്കാട്ടി ഡബിൾ കാശിനാണ് കടക്കാർ വിൽക്കുന്നത്. അപ്പം നമുക്കത് നഷ്ടമായിട്ട് വന്നുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് നിർത്തിയത്. ഇതിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കാനൊക്കത്തില്ല. ചമ്മന്തിപ്പൊടിയുടെ തേങ്ങ വറുക്കാൻ നമുക്ക് വെളിച്ചെണ്ണയൊന്നും ഒഴിക്കാൻ പറ്റത്തില്ല. കാരണം അല്ലെങ്കിൽ ചമ്മന്തി പൊടിക്കുമ്പോൾ കുഴഞ്ഞു വരും. അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഉരുളിക്കകത്തിരുന്ന് ഒന്നും കൂടി ഒന്ന് മൂത്തോളും. ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ആക്കുവാണേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ചമ്മന്തി മിക്സിയിൽ പൊടിക്കുക, തണുത്ത് കഴിഞ്ഞിട്ടേ പൊടിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഉപേക്ഷ വിചാരിക്കരുത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം.